ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന് ഇപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് പാകിസ്ഥാൻ 2 ദിവസത്തെ യുദ്ധത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയാണോ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്? ഒരിക്കലുമല്ല. ഇന്ത്യയെ വിളിച്ചു പാകിസ്ഥാൻ, അമേരിക്കയെ വിളിച്ചു പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാന്റെ എയർ ചീഫ് മാർഷൽ, അതായത് മുൻ എയർ ചീഫ് മാർഷൽ മസൂദ് അക്തറിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഡോൺ മാധ്യമത്തില്. മസൂദ് അക്തർ എന്താ പറഞ്ഞെന്നറിയോ? എത്രയും പെട്ടെന്ന് അമേരിക്കയെ വിളിക്കണം, അമേരിക്കയോട് അപേക്ഷിക്കണം, അമേരിക്ക വിചാരിച്ചാലേ ഈ യുദ്ധം നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യ ഛിന്ന ഭിന്നമാക്കുമെന്നാണ് ഈ എയർ ചീഫ് മാർഷലായിരുന്ന മസൂദ് അക്തർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. മുൻപ് 4 തവണ ഇന്ത്യ നമ്മളെ വലിയ ആക്രമണം നടത്താൻ തയ്യാറെടുത്തത്, പദ്ധതി ഇട്ടത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ഒരു കാര്യം കൂടി അദ്ദേഹം അത് പറഞ്ഞു കേട്ടോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുൻപ് 4 തവണ നമ്മൾ പണി കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് അന്നൊരു പക്ഷേ അമേരിക്ക തന്നെയായിരിക്കും വേണ്ട, അത്രയും വലിയൊരു ആക്രമണത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. പക്ഷേ 4 തവണ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതി ഇട്ടു. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ പോയി കേണപേക്ഷിച്ചാലേ പറ്റൂ എന്ന് പാകിസ്ഥാന്റെ മുൻ എയർ ചീഫ് മാർഷൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കിട്ടിയ അടിയുണ്ടല്ലോ, അമ്മാതിരി അടിയാണ് കിട്ടിയത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇപ്പൊ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെല്ലാം, റിപ്പോർട്ടേഴ്സ് എല്ലാം എവിടെയാണ് നിൽക്കുന്നത്? കാശ്മീരിലും രാജസ്ഥാനിലും ഒക്കെയാണ്. നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് അവർ പോയി നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന അടി എങ്ങനെ അറിയും? നമ്മൾ അറിയാൻ പറ്റില്ല. ആകെ ഉള്ള വഴി എന്താണ്? അവിടെയുള്ള ആളുകൾ വീഡിയോ എടുത്തിടണം, അല്ലെങ്കിൽ അവിടെയുള്ള പത്രങ്ങളും വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യണം. സകലതും മൂടി വെക്കാൻ നോക്കുകയാണ് അവർ. കിട്ടിയ അടിയൊക്കെ പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ചു കളഞ്ഞു ഇന്ത്യ 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട് പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയുമായി ഇനി നിൽക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യയെ വിളിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച്, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് റിക്വസ്റ്റ് ചെയ്തു. അമേരിക്കയോട് വിളിച്ചു പറഞ്ഞു. ട്രംപിന്റെ ട്വീറ്റ് വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണോ എന്ന് എനിക്കറിയില്ല. ട്രംപ് അങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ. ഇന്ത്യ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ പാകിസ്ഥാന്റെ ഫ്യൂസ് ഊരി. ഇപ്പൊ അവർക്ക് ഒരു യുദ്ധവും വേണ്ട, ആണവായുധം ഉപയോഗിക്കേണ്ട, ഒന്നും വേണ്ട. അമേരിക്കയുടെ മാർക്കോ റൂബിയോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹവും അതുപോലെ തന്നെ JD വാൻസ് ഉൾപ്പെടെയുള്ളവര് നരേന്ദ്രമോദിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി, വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി, പാക് സൈനിക മേധാവിയുമായിട്ട് ചർച്ച നടത്തി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അന്തിമമായിട്ട് ഒരു തീരുമാനമെടുത്തു, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ കൊടുത്ത തിരിച്ചടി അങ്ങനെയാണ്. പാകിസ്ഥാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയോട്. നമ്മളത് മനസ്സിലാക്കണം. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തകർന്നു, അവരുടെ വ്യോമസേന താവളങ്ങൾ ആക്രമിച്ചു, മിലിറ്ററി ബേസുകൾ ആക്രമിച്ചു, ആയുധങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾ ആക്രമിച്ചു, എല്ലായിടത്തും ആക്രമണം നടന്നു. ഇനി പാകിസ്ഥാന് വേണമെങ്കിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ആണവായുധം ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും, അത് ഉണ്ടെങ്കിൽ. പക്ഷെ അത് ചെയ്താൽ അതോടെ പാകിസ്ഥാൻ തീർന്നു. ആണവായുധം കയ്യിലുണ്ട്, ഞങ്ങൾ അതെടുത്ത് ഉപയോഗിക്കും എന്ന് പറയുന്നിടത്താണ് പാകിസ്ഥാന്റെ സുരക്ഷ ഇരിക്കുന്നത്. ആ പറയുന്നിടത്താണ് സുരക്ഷ. ഏത് നിമിഷം അത് ഉപയോഗിച്ചോ അതോടെ പാകിസ്ഥാൻ തീർന്നു. ഇന്ത്യക്ക് നേരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ പാകിസ്ഥാനെ ബാക്കി വെക്കുമോ ഇന്ത്യ? ഒരൊറ്റ കാരണം പോരെ നമുക്ക് തിരിച്ചടിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. നമ്മുടെ കയ്യിലും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിത് ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാന്റെ സുരക്ഷാ തന്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവർ ഒരിക്കലും ഉപയോഗിക്കില്ല. അതുള്ളത് കൊണ്ട് അവർക്ക് ഇതുപോലെ നെഗോഷിയേറ്റ് ചെയ്യാം. ആണവ യുദ്ധം ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് വേറെ ഒരു നിവർത്തിയുമില്ല ട്രംപ് അണ്ണ, നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തരണം. ആ മോദിയോട് പറഞ്ഞ്, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, ഒന്ന് പോയി പറഞ്ഞ് ഒന്ന് നിർത്തി തരൂ, ഞങ്ങളിവിടെ ആകെ തീർന്നിരിക്കുകയാണ്, ഇനി അവസാനം അത് ഉപയോഗിക്കാനേ പറ്റൂ, ഒരു ആണവ യുദ്ധം നടത്താൻ നിങ്ങൾ ഞങ്ങളോട് പറയരുത്, അതോടെ എല്ലാം തീരും എന്നുള്ള ഒരു ഇതിലേക്ക് അവർ പോവുള്ളൂ. അതല്ലാതെ അവർക്ക് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഒരു പരമ്പരാഗത യുദ്ധം ഇന്ത്യയുമായി ചെയ്യാൻ തങ്ങളെ കൊണ്ടാവില്ല എന്ന് പാകിസ്ഥാൻ തെളിയിച്ചിരിക്കുകയാണ്. ചൈന കൊടുത്ത ആയുധങ്ങൾ രക്ഷിക്കുന്നില്ല, തുർക്കി കൊടുത്ത ഡ്രോണുകൾ രക്ഷിക്കുന്നില്ല, ഇന്ത്യയുടെ തിരിച്ചടിയെ താങ്ങാൻ പറ്റുന്നില്ല. ഇനിയും യുദ്ധം ചെയ്താൽ സമ്പൂർണമായി തകർന്നു പോകുമെന്ന് പാകിസ്ഥാൻ 2 ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റിനും നമ്മുടെ ധീരരായ സൈനികർക്കും 1000 സല്യൂട്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും
ഇന്ത്യ ആ വിജയം അവകാശപ്പെടുന്നില്ല. അതും നമ്മൾ കാണണം. നമുക്ക് വേണമെങ്കിൽ കൊട്ടിഘോഷിക്കാം, ഇത് ഇന്ത്യയുടെ വിജയം, പാകിസ്ഥാൻ മുട്ടുകുത്തിയിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. അതല്ല, നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് മേൽ വീണ്ടും വലിയ പ്രഷർ വരും. അവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇതുവല്ലോ അവിടെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാർക്ക് അറിയാമോ, തീവ്രവാദികൾക്ക് അറിയാമോ? അവരെ ആളിക്കത്തുകയാണ്, ഇന്ത്യ അടിക്കണമെന്ന്. പട്ടാളക്കാർ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മോത്തി നോക്കുന്നുണ്ടാവും, എന്തെടുത്ത് വെച്ച് അടിക്കാനെന്ന്. വല്ലതും വേണ്ടേ അടിക്കാൻ? ഇന്ത്യ അടിക്കാനായിട്ട് പറ്റുന്ന വല്ലതും കയ്യിലുണ്ടോ? ആകെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന PL-15 എന്ന് പറയുന്ന ചൈനീസ് മിസൈൽ പോലും പൊട്ടുന്നില്ല. ഇതാണ് അവസ്ഥ. എന്നാൽ താഴെ തട്ടിന്ന് ജനങ്ങൾ, ഈ ഗൾഫിലേക്കുള്ള പാകിസ്ഥാനികൾ ഭയങ്കര ആഘോഷമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇന്ത്യ എന്തൊക്കെയാ ചെയ്തു എന്ന്. അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് അറിയാം എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത്. എടുത്തു പൊട്ടിക്കാൻ ഒരു പൊട്ടാസ് പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യണം പോലും. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇന്ത്യ വിജയം ഘോഷിക്കുകയാണെങ്കിൽ പാകിസ്ഥാനികൾ വീണ്ടും എന്ത് ചെയ്യും? ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തും. പിന്നെയും അവരെ ബോധ്യപ്പെടുത്താൻ പലതും ചെയ്യേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് ഇന്ത്യ പക്വതയോടെ വെടിനിർത്തൽ കരാറിന് ഇപ്പോ സമ്മതിച്ചുകൊണ്ട് തൽക്കാലം വിട്ടേക്കാണ് വീണ്ടും പാകിസ്ഥാനെ. സത്യത്തിൽ അമേരിക്ക എല്ലാ കാലവും പാകിസ്ഥാന്റെ രക്ഷകരായിട്ട് വരികയാണ്. ഇത്തവണയും അമേരിക്ക തന്നെയാണ് സത്യത്തിൽ പാകിസ്ഥാന് രക്ഷകരായത്. ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമെന്ന് ഒരു പിടിയുമില്ല. ഇനി ബലൂചിസ്ഥാൻ, അത് വേറെ വിഷയമായിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. തൽക്കാലം ബൈ.